എന്തടി കാണിച്ചേ? എന്താ ഞാൻ കണ്ടേന്ന്? സോറി ഋതികെ, അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയതോ? നോണം കിട്ടവളെ. വോട്ടേഴ്സ് ഐ ഡി വേണം, പാൻ കാർഡ് വേണം, ചിലപ്പോ പാസ്പോർട്ട് വരെ വേണ്ടി വരും. ഇതൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ അംബികയ്ക്കാണോ പ്രയാസം? ഇതെല്ലാം അച്ഛനെ കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. സംയുക്തയെ അംബിക റെക്കോർഡിക്കലായി പവിത്രയാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മള് സ്വയം വരുത്തി വെച്ച വിനയല്ലേ ഈ സിസ്റ്റർ പവിത്ര? അത് വിനയാണോ അമ്മേ? അമ്മ അന്ന് ആൾമാറാട്ടം നടത്തി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛനിന്ന് ജീവിച്ചിരിക്കുമായിരുന്നോ? സംയുക്ത അംബികയും കൂടി ഇപ്പൊ നടത്തുന്ന ഈ തരികടയ്ക്ക് പണി കൊടുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അമ്മ ഒരു വാക്ക് പറയണം. അങ്ങനെയൊക്കെ ചെയ്താലും അത് ബൂമറാങ് പോലെ നമ്മളടുത്ത് തന്നെ തിരിച്ചു വരില്ലേ? സിസ്റ്റർ പവിത്രയായി വേഷം മാറി അവിടെ നിന്നത് ഞാനായിരുന്നു എന്ന് അംബിക പ്രതാപേട്ടനോട് പറയില്ലേ? ആ, അറിയട്ടെ. അറിഞ്ഞാലും അച്ഛൻ ചതിക്കുഴിയിൽ വീഴില്ലല്ലോ. അതൊന്നും തൽക്കാലം വേണ്ട മോളെ. പ്രതാപേട്ട അതൊക്കെ അറിഞ്ഞാല് മോളോടും രാജുവിനോടും വൈരാഗ്യം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാ. പിന്നെ ജീവിതത്തില് നിങ്ങളോട് മിണ്ടിയെന്ന് വരില്ല. അതൊന്നും വേണ്ട മോളെ. അമ്മ ഇങ്ങനെ പോയ അച്ഛൻ ഉറപ്പായും ആ സ്ത്രീയെ വിവാഹം ചെയ്യും. അച്ഛനെ കൊണ്ട് അംബിക അങ്ങനെ ചെയ്യിപ്പിക്കും. അച്ഛൻ അവരെ വിവാഹം കഴിക്കുകയാണെങ്കില് കഴിക്കട്ടെ മോളെ. പ്രതാപേട്ട എന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് നിനക്ക് വേണ്ടിയാ. എന്റെ മോളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രമാ. പിന്നെ പ്രതാപേട്ടന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം അറിയാതെയാണെങ്കിലും ഞാൻ വന്നത്. അത് പോട്ടെ, എല്ലാം ഞാൻ സഹിച്ചില്ലേ മോളെ, ഇനിയും സഹിക്കും. ഇനി എങ്ങനെ സഹിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്ക് നേരെയും ഇങ്ങനെ കണ്ണടക്കരുതമ്മേ. പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കണം. അമ്മ വെറും പാവമായി പോയി. അതെങ്ങനെ പലയിടത്തും തോറ്റുപോകുന്ന. നീതി അമ്മയുടെ ഭാഗത്തായതുകൊണ്ട് അമ്മയ്ക്ക് ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യണം. ചെയ്യോ? ശരി മോളെ. രാജു, സോറി രാജു. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. എന്തായാലും രാജു ക്ഷമിച്ചേക്ക്. ദീപക് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ രാജുവിനോട് ക്ഷമ ചോദിക്കുന്നു. ഓഹ്, ഇയാൾ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഒരു ഉപകാരം ഇയാൾ എനിക്ക് ചെയ്തു തരണം. രാജുവിന് ഒരു ഉപകാരമല്ല, 1000 ഉപകാരം ഞാൻ ചെയ്തു തരും. അയ്യോ വേണ്ടായേ. താൻ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വരാനോ സംസാരിക്കാനോ പാടില്ല, കേട്ടല്ലോ? ആ ഒരു ഉപകാരം താൻ എനിക്ക് ചെയ്തു തന്നാ മതി. രാജു ഇതുവരെ എന്നെ നീന്നാണല്ലോ വിളിച്ചോണ്ടിരുന്നേ. പെട്ടെന്ന് എന്താ താനെന്നാക്കിയത്? വേണമെങ്കിൽ മാഡം ഒന്നും വിളിക്കാം, എന്നെ ശല്യപ്പെടുത്താതിരുന്നാ മതി. രാജു എന്നെ നീയെന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഇയാൾ എന്റെ അടുത്ത് നിന്ന് പോവാവോ? ഇതെന്തൊരു ശല്യ. എന്താ രാജു ഇങ്ങനെ? മൈ മദറിലോ അംബിക വർമ്മയും ഹസ്ബൻഡ് വിട്ടി ദീപക്കും പുറത്തു പോയിരിക്കുക. ഇതൊരു നല്ല സമയമാ. ഈ സമയത്തൊക്കെയാ എനിക്ക് എന്റെ രാജുവിനോട് സംസാരിക്കാൻ പറ്റുന്നേ. എടോ, തന്നോടല്ലോടോ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഈ വക ഉദ്ദേശമായിട്ടൊന്നും എന്റെ മുമ്പിൽ വരരുന്ന്.
എനിക്ക് തന്നെ ഇഷ്ടമല്ല. പണ്ടേ ഞാനിത് തന്നോട് പറഞ്ഞതാ. അന്നും ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നതുകൊണ്ടാ തന്റെ കരണം നോക്കി ഞാൻ പൊട്ടിച്ചത്. സ്നേഹിച്ചു പോയിന്നൊരു തെറ്റിന് പരസ്യമായിട്ട് നീ എന്റെ കർണത്തടിച്ചു. ആ മുറിവ് എന്റെ മനസ്സിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ വേദന തീരാത്തതാ. അതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. നിക്ക രാജു, ഞാൻ മറ്റാരും ഇവിടെ ഇല്ലാത്ത സിറ്റുവേഷനില് രാജുവിന്റെ അടുത്തേക്ക് വരുന്നത് രാജുവിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളോണ്ടാ. തനിക്ക് ഇഷ്ടമാണെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണം? എടോ, ഇയാളെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒരു ഭാര്യയുണ്ട്, അവൾ എന്റെ ജീവനാ. ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച. ദയവ് ചെയ്ത് താൻ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. ഏയ്, എന്താ രാജു ഇത്? പ്രണയിക്കുന്നത് അത്ര വലിയ പാപമാണോ? വിടും. രാജു നല്ല പറഞ്ഞു. വിട്, ആരിനെ കാണും. വിട്. ഇത് തന്നെയാ തക്കം. എന്നെ പബ്ലിക്കായിട്ട് നാണം കെടുത്തി ഇവൻ സന്തോഷത്തോടെ ജീവിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വിട്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് രാജുവിനെ മറക്കാൻ പറ്റില്ല. കയ്യിൽ നിന്ന് വിടാൻ. അയ്യേ, എടോ എന്താടോ ഈ കാണിക്കുന്നത്? എടോ മാറോ. അയ്യോ, വിട്. ഇത് വലിയ ശല്യായല്ലോ. ഇടൊന്ന് മാറോ. മാറാൻ മാറല്ലേ പറഞ്ഞേ. ഇടോ മാറ. എന്താടി കാണിച്ചേ? എന്താ ഞാൻ കണ്ടേന്ന്? സോറി ഋതികെ, അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയതോ? നോണം കിട്ടവളെ. എന്താണ് നീ കാണിച്ചേ? അയ്യോ സാറേ, അച്ഛാ, അത് അയ്യോ